രാവിലെ നേരത്തെ ഉണർന്നിരുന്നു. കിളികളുടെ ചിലക്കൽ കേട്ടപ്പോൾ പതിയെ കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി. തൻ്റെ ജനലോരം വന്ന് ജനൽ വാതിൽമേൽ കൊത്തുകയാണവ. കണ്ടപ്പോൾ കൗതുകം തോന്നി. താൻ പോകുന്നതിന് മുൻപ് ഇങ്ങനെയായിരുന്നു. രാവിലെ അവർക്ക് കോളേജിൽ പോകുന്നതിന് മുൻപ് എന്തെങ്കിലും വെച്ച് കൊടുക്കും കഴിക്കാൻ. അരിമണിയായിരിക്കും അധികവും കൊടുക്കുക. പണ്ട് ഒരിക്കൽ അച്ഛനോട് വഴക്കിട്ട് തിനകൾ കൊണ്ടുവരാൻ പറഞ്ഞു. അച്ഛൻ കേൾക്കാതായപ്പോൾ പവിയേട്ടനോട് പറഞ്ഞു. പുള്ളിയും വലിയ കാര്യമാക്കിയില്ല. കണ്ണിൽ കണ്ട കിളികൾക്ക് തിന്നാൻ കൊടുക്കൽ ഇവിടെ പണിയെന്നും ചോദിച്ച് പുച്ഛിച്ചു. അവസാനം അപ്പുവേട്ടൻ വന്നപ്പോൾ കയ്യിൽ തിന കൊണ്ടുവന്നപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അന്ന് വിചാരിച്ചിരുന്നത് തന്നോട് വലിയ ഇഷ്ടമായത് കൊണ്ടാണ് അത് മേടിച്ചുകൊണ്ട് വന്നത് എന്നായിരുന്നു. അതിനത്ര പകൽക്കിനാവ് കണ്ടിരിക്കുന്നു. അവളൊന്ന് നെടുവേപ്പെട്ടു. ഇപ്പോഴെല്ലാം ഉപേക്ഷിച്ചു. ഓർമ്മകൾ പോലും ഉപേക്ഷിച്ച് നഗരത്തിലൂടെ പൊള്ളുന്ന വെയിലിലൂടെ നേട്ടോടെ മോടിയപ്പോൾ ചില ഓർമ്മകൾ നഷ്ടമായി. ചില സ്വഭാവങ്ങൾ വീണ്ടും തിരികെ പിടിക്കാനുള്ള വ്യഗ്രതയിലാണ്. ആ പഴയ പാറു ആയില്ലെങ്കിലും ഇപ്പോഴുള്ള പാറുവിനെ മാറ്റിയെടുക്കണം. അതിനു വേണ്ടിയാണല്ലോ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്. പാറു, എണീറ്റില്ലേ നീ? വേദയാണ്. പതിയെ എഴുന്നേറ്റ് വാതിൽ തുറന്നു. ആകെ വിയർത്ത് ക്ഷീണിച്ചിരിക്കുന്നു. നേരം 8 മണി കഴിഞ്ഞതേയുള്ളൂ. ഇവളെത്ര നേരത്തെ പണികളെല്ലാം തുടങ്ങിയോ? അത്ഭുതത്തോടെ നോക്കി. പവിയേട്ടൻ പോയി. നീ വാ, പല്ല് തേക്ക്, കാപ്പി കുടിക്കാം. അവൾ അഴിഞ്ഞുലയാറായ മുടി വാരിക്കെട്ടി തിരിഞ്ഞു നടന്നു. ഇത്ര പെട്ടെന്ന് പോവോ പവിയേട്ടൻ? കൗതുകം തോന്നി. പിന്നല്ലാതെ, നിനക്ക് നല്ല ക്ഷീണം ഉണ്ടാവുമെന്ന് വിചാരിച്ചു, അതാ വിളിക്കാഞ്ഞേ. അടുക്കളയിൽ അങ്ങിങ്ങായി കിടന്ന പാത്രങ്ങളെടുത്ത് കഴുകാൻ ബേസിലിട്ടു. നീ എപ്പോഴാ എണീറ്റേ? പല്ല് തേച്ച് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു. അമ്മയും അടുക്കളയിലുണ്ട്. എല്ലാം കേൾക്കുന്നു എന്നതിനപ്പുറം ഒന്നും ചോദിക്കുന്നില്ല. കത്ത് പ്രശ്നം വന്നതിൽ പിന്നെ അങ്ങനെയാണ്. ആളോട് മിണ്ടാറില്ല. 4:30 കഴിയും, ഇന്ന് വൈകി. അവൾ നിസ്സാരമട്ടിൽ പറഞ്ഞു പോയപ്പോൾ ഒന്നും മിണ്ടിയില്ല. ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തെക്കേ തൊടിയിലെ കുളം വൃത്തിയാക്കാൻ ഒരാൾ വന്നിട്ടുണ്ട്. അത് അപ്പുറത്ത് ജഗൻ സാറിൻ്റെ വീട്ടിലെ പണിക്കാരനാ. ഹിന്ദിക്കാരനാണ്. അവറ്റോളാണെങ്കിൽ ചില്ലറ എന്തെങ്കിലും കൊടുത്താൽ മതി. പിന്നിൽ നിന്ന് വേദ പറഞ്ഞത് കേട്ടപ്പോൾ ഒന്നും മിണ്ടാതെ മുറ്റത്തേക്ക് ഇറങ്ങി. കൊല്ലൻ ചെക്കനെ ഒന്നും ഇപ്പോൾ പണിക്ക് കിട്ടാറില്ലടി. അവനൊക്കെ ഇപ്പോൾ പഠിച്ച് നല്ല നിലയിലാ. താഴ്ന്ന ജാതി എന്നൊക്കെ പറഞ്ഞപ്പോൾ റിസർവേഷനൊക്കെ ഇല്ലേ? ഒരു കണക്കിന് അത് നല്ലതാ. കുറേ കാലം കഷ്ടപ്പെട്ടതല്ലേ അവൻ. ചെറുതിനെ ഒക്കത്തും വെച്ച് പുറത്തേക്ക് ഇറങ്ങി. കയ്യിലെ പാത്രത്തിൽ ഭക്ഷണവുമുണ്ട്. ഞാൻ കൊടുക്കണോടി? അവനെ കുസൃതിയോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ആരുടെയും കയ്യിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എന്തൊരു ആശ്വാസമാവും. ഇത് കഴിക്കാൻ നേരം വല്ല ചെകുത്താൻ കയറിയ പോലെയാ. വയറ്റിലേക്ക് എന്തേലും ആക്കണമെന്നുണ്ടെങ്കിൽ എന്തൊരു പെടാപ്പാടാണെന്നോ. അവൾ കുഞ്ഞിനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. എവിടെ? ചെക്കൻ കയ്യിലെ JCBയും പിടിച്ച് അവളുടെ കയ്യിൽ കൂടെ ഓടിച്ച് കളിക്കുവാണ്. വലുതെവിടെ? ചവിട്ടുപടിയിൽ ഇരുന്ന് ചോദിച്ചു. അംഗൻവാടിയിൽ പോകുന്നുണ്ട് പെണ്ണെ അവൻ. രാവിലെ പവിയേട്ടൻ കൊണ്ടുപോയി വിടും അംഗൻവാടി ടീച്ചറുടെ വീട്ടിൽ. അല്ലെങ്കിൽ അതിനും ഞാൻ ഓടണം. അവൾ പറഞ്ഞപ്പോൾ കൗതുകത്തോടെ അവളെ നോക്കി. വല്ലാതെ പക്വത വന്നൊടി ചിന്നു നിനക്ക്. അറിയാതെ പുഞ്ചിരി വന്നു ചുണ്ടിൽ. ജീവിതത്തിൽ പക്വതയില്ലാതെ പറ്റില്ല പെണ്ണെ. അവളുടെ ആ ചിരിയിൽ പങ്കുചേർന്നു. വൈകിട്ട് അമ്പലത്തിൽ പോയാലോ പാറു നമുക്ക്? ചിന്നുവിൽ ഉണർവ് വന്നതുപോലെ. അതിനെന്താ, പോവാലോ. ഞാൻ കുറേ വർഷങ്ങളായി പോയിട്ട്. പാറു പാറി പറന്ന മുടികൾ എണ്ണമയം തേച്ച് പിടിപ്പിച്ചു. അപ്പം അവിടെ അമ്പലമൊന്നുമില്ലടി? വേദ ആവേശത്തോട് ചോദിച്ചു. ആ, ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ പോലെ ഉള്ളതല്ല. ഞാൻ പിന്നെ പോയിട്ടുമില്ല. അതെന്താടി? വേദ പതിയെ ചോദിച്ചു. കൂട്ടത്തിൽ ചെക്കന് വാരി കൊടുക്കുന്നുണ്ട്. എന്നെ ആര് കൊണ്ടുപോവാനാ? ആരോടുമില്ലാതെ പറഞ്ഞു. അപ്പോൾ മാധവേട്ടനോ? വേദ ശബ്ദമില്ലാതെ ചോദിച്ചു. നിന്റെ പവിയേട്ടൻ്റെ വേറൊരു പതിപ്പാടി മാധവ്. തിരക്ക്, ഒറ്റവാക്കിൽ പലതും അവസാനിപ്പിക്കുന്ന ആള്. പിന്നെ വേറൊരു വ്യത്യാസമുണ്ട്. ആൾക്കെല്ലാ കാര്യങ്ങളും സ്വന്തം ചെയ്യണം. ഒന്നിനും എന്നെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഞാൻ അവിടെ എന്തിനാ ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട്. ആളുടെ ലോകത്ത് ആളും എൻ്റെ ലോകത്ത് ഞാനും. പാതയിൽ നിർത്തി അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. വർഷം ഇത്രയായിട്ടും? വേദക്കത് ആദ്യത്തെ അറിവായിരുന്നു. വർഷം എത്രയായാലും എന്താ ചിന്നു, ആളുകൾ മാറുന്നില്ലല്ലോ. മുടിയുടെ തുമ്പിൽ എണ്ണ തേച്ച് ഉച്ചയ്ക്ക് കെട്ടിവെച്ചു. അപ്പോൾ നിങ്ങൾ തമ്മിൽ ശരിക്കും ജീവിച്ചിട്ടില്ല? വേദ കൈകളിൽ പിടിമുറുക്കി. അതൊക്കെ വലിയ കഥയാ ചിന്നുവേ. തൽക്കാലം എൻ്റെ മോള് ചെന്ന് വൈകിട്ട് അമ്പലത്തിൽ പോവാനുള്ളത് നോക്ക്.
അവളെ മനഃപൂർവ്വം ഉള്ളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ കണ്ണുകൾ എന്തിനോ എന്ന പോലെ നിറഞ്ഞിരുന്നു. അത് മറച്ചു പിടിച്ച് മുറ്റത്തേക്കിറങ്ങി. തൊഴിയിലെ കമുകിൽ പാളയെടുത്ത് ഒരു കുഞ്ഞു ചെക്കൻ തിരിഞ്ഞു നടക്കുന്നുണ്ട്. കണ്ടപ്പോൾ കൗതുകം തോന്നി. അവന് പിന്നാലെ നടന്നു. ഞാൻ പിടിക്കുമെന്ന് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. അവൻ്റെ വേഗത കൂടി, ഒപ്പം എൻ്റെയും. ഏയ് നിക്ക്, ചോദിക്കട്ടെ. ഞാൻ പിന്നിൽ നിന്ന് വിളിച്ചപ്പോൾ അവൻ നിന്നു. എന്നിട്ട് തിരിഞ്ഞു നോക്കി. ഇവിടെ തമ്മെടുക്കാൻ പറഞ്ഞിട്ടാ എടുത്തേ. അവൻ്റെ കണ്ണുകളിലെ നിഷ്കളങ്കത കൗതുകം നിറച്ചു. എന്താ നിന്റെ പേര്? അവന് നിലത്ത് കിടക്കുന്നൊരു പാള കൂടെ എടുത്തു കൊടുത്തു. ജിബിൻ, വീട്ടിൽ ജിബി എന്ന് വിളിക്കും. അവൻ കയ്യിലെ ചളി മൂട്ടിൽ തുടച്ചു. നീ എവിടുത്തെയാണ്? വീണ്ടും അവനോടൊപ്പം നടന്നു മുൻപോട്ട്. ഞാൻ ഈ വളവ് കഴിഞ്ഞാലുള്ള വീട്ടിലെയാ, അറുമുഖൻ്റെ മോനാണ്. പറഞ്ഞത് കേട്ടപ്പോൾ ഞെട്ടലാണ് ഉണ്ടായത്. അറുമുഖനേട്ടന് ഇത്ര ചെറിയ മകനോ? മൂത്തവൻ എന്നേക്കാൾ 4 വയസ്സേ കുറവുള്ളൂ. പണ്ട് മുതലേ വീട്ടിലേക്ക് പണിക്ക് വരുന്ന ആളാണ് അറുമുഖൻ ചേട്ടൻ. തെങ്ങിന് തടം കെട്ടാനും മറ്റും ആളെയാണ് വിളിക്കാറ്. ചേച്ചീനെ എനിക്കറിയാം. ചേച്ചിയുടെ കല്യാണത്തിന് ചോന്ന സാരിയല്ലേ ഉടുത്തേ? ആ കണ്ണുകളിലെ തിളക്കം കണ്ടപ്പോൾ സന്തോഷം തോന്നി. താൻ പോലും മറന്നിരിക്കുന്നു അതൊക്കെ. പാറു, ദാ മാധവേട്ടൻ വിളിക്കുന്നു. മുറ്റത്തുനിന്ന് വേദ വിളിച്ചു പറയുന്നത് കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കി. ഞാൻ പോവാ, അമ്മ വൈകിയ വഴക്ക് പറയും. അവൻ കൈയിൽ ഒതുങ്ങാത്ത പാളക്കേറും കൊണ്ട് മുന്നോട്ട് നടന്നു. ഇടയ്ക്കിങ്ങ് വാ, ഞാൻ ആകെ ബോറടിച്ചിരിക്കുക, അവനെ നോക്കി വിളിച്ചു പറഞ്ഞു. എന്നിട്ട് തിരിഞ്ഞു നടന്നു. വേദക്കരികിലെത്തിയപ്പോഴേക്കും ഫോൺ കട്ടായിട്ടുണ്ട്. എനിക്ക് തന്നവൾ ഉള്ളിലേക്ക് കയറിപ്പോയി. തിരിച്ചു വിളിക്കാൻ എന്തോ മടി. കയ്യിലിട്ട് കറക്കി. എന്നിട്ട് പടിയിലിരുന്നു. അപ്പോഴേക്കും ഇങ്ങോട്ട് വീണ്ടും കോള് വന്നു. പെട്ടെന്ന് തന്നെ കോൾ എടുത്തു. ഹലോ. ഗൗരവത്തോടെയുള്ള ശബ്ദം കേട്ടപ്പോൾ പതിയെ മൂളി. എന്താടോ, നാട്ടിലെത്തിയപ്പോൾ മറന്നു? അതിനൊന്നും മിണ്ടിയില്ല. മറക്കാൻ അതിന് ഓർത്തിട്ട് വേണ്ടേ എന്ന് ചോദിക്കണമെന്ന് തോന്നി. പക്ഷേ നാവ് പൊങ്ങിയില്ല. കഴിച്ചോ? പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. ബ്രെഡ് ടോസ്റ്റ് ചെയ്തു. അപ്പുറത്തുനിന്ന് പെട്ടെന്ന് തന്നെ മറുപടി കിട്ടി. താൻ ഹാപ്പിയല്ലേ അവിടെ? പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടിയില്ല. മാധവിപ്പോൾ ഹാപ്പിയല്ലേ? തിരിച്ചു ചോദിച്ചു. അല്ല, ഒട്ടുമല്ല. എന്തോ മിസ്സിങ് പോലെ. താനില്ലാത്ത റൂം, ഹാൾ, ഡൈനിങ് റൂം ഒക്കെ എന്തോ പോലെ ഇറങ്ങിപ്പോവാൻ തോന്നുന്നെനിക്ക്. ആ ശബ്ദം ഇടറുന്നതറിഞ്ഞപ്പോൾ ചിരിയാണ് വന്നത്. അതിനെപ്പോഴാ മാധവ് ആ വീട്ടിലുണ്ടായിട്ടുള്ളത്? തിരിച്ചു ചോദിക്കാനുള്ള ധൈര്യം എവിടെ നിന്ന് വന്നു എന്നറിയില്ല. ചിരിയോടെ ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. എനിക്കറിയാം താൻ ഒത്തിരി സഫർ ചെയ്തിട്ടുണ്ടെന്ന്. ആ ശബ്ദത്തിൽ കുറ്റബോധം നിറഞ്ഞിരിക്കുന്നു. കേട്ടപ്പോൾ പുച്ഛമാണ് തോന്നിയത്. നോക്ക് മാധവ്, ഞാൻ ഇതുവരെ നോ എന്ന് ഒന്നിനോടും പറഞ്ഞിട്ടില്ല. അതാരെക്കാളും നന്നായി മാധവിനറിയാം. പക്ഷേ ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് കുറച്ച് ദിവസം മനസ്സമാധാനത്തോടെ നിൽക്കാനാണ്. അതിന് മാധവ് എന്നെ അനുവദിക്കണം. കിതപ്പോടെ പറഞ്ഞു നിർത്തി. കണ്ണുകൾ നിറഞ്ഞു വന്നു. പക്ഷേ അത് വാശിയോടെ തുടച്ചു മാറ്റി. പാർവതി, ഞാൻ... അവൻ വാക്കുകൾക്ക് വേണ്ടി പരതുന്നു. പക്ഷേ കണ്ടെത്താവാനാവാതെ മുഖം കുനിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്ക് മാധവ്, ഇത്രയും നാൾ ഞാൻ എങ്ങനെയാ കഴിഞ്ഞതെന്ന്. ഒന്നും മിണ്ടാതെ ശ്വാസം മുട്ടി. മരിച്ചു പോകുമെന്ന് തോന്നിയപ്പോഴാണ് നാട്ടിലേക്ക് വരണമെന്ന് തോന്നിയത്. കുറച്ചുനാൾ, വളരെ കുറച്ചുനാൾ ഞാൻ കുറച്ച് കാറ്റ് ശ്വസിച്ചോട്ടെ മാധവ്. തിരിച്ചു വരാറാവുമ്പോൾ ഞാൻ തന്നെ പറയും, അതുവരെ എന്നെ വെറുതെ വിട്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. ഒത്തിരി നാളുകളായി മനസ്സിൽ കൂട്ടിവെച്ചതെല്ലാം ഒഴിഞ്ഞുപോയ ആശ്വാസം. അവൾ മിഴികൾ ഉയർത്തി ആകാശത്തേക്ക് നോക്കി. ഒരു മഴക്കുള്ള തയ്യാറെടുപ്പ് നടത്തുന്ന ആകാശം. അവൾക്ക് ഇരുൾ മൂടിയ ആകാശം കണ്ടതും തന്നോടെന്നതുപോലെ സാമ്യം തോന്നി. അവൾ പതിയെ കണ്ണുകൾ അടച്ചിരുന്നു. പതിയെ ഒരിറ്റു തുള്ളി അവളുടെ മുഖത്തേക്ക് ചിന്നി വീണിരുന്നു. ആ നിമിഷം എനിക്ക് നാരങ്ങ മിഠായി വേണം ചിന്നു. അമ്പലത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ ജോസേട്ടൻ്റെ കടയ്ക്ക് മുൻപിലെത്തിയതും കൊച്ചുകുട്ടികളെ പോലെ ചുണ്ടുപുറത്തേക്കൊന്നി വേദയെ നോക്കി പാറു. ആ പഴയ ശീലം മാറ്റിയില്ലേ നീ പാറു? വേദ കളിയായി അവളെ നോക്കി. അപ്പോഴേക്കും പാറു ജോസേട്ടൻ്റെ കടയിലേക്ക് കയറി. ഒരു ചെറിയ പെട്ടിക്കട, പാടവരമ്പിനോട് ചേർന്ന് നിൽക്കുന്ന ഓലമേഞ്ഞ കട. രാവിലെ വയസ്സായവരെല്ലാം കൂടുക ജോസേട്ടൻ്റെ കടയിലാണ്. അവർക്ക് ഈ കട ഒരു മക്കാനിയാണ്. കട്ടൻ ചായ കുടിക്കുന്നതിനോടൊപ്പം നാട്ടിലെ വിശേഷങ്ങളും പങ്കുവയ്ക്കും. കുഞ്ഞുനാൾ മുതലേ ഇവിടെ നിന്ന് നാരങ്ങ മിഠായി മേടിച്ച് കഴിക്കും. കുഞ്ഞായിരുന്നപ്പോൾ അച്ഛൻ മേടിച്ചു തന്ന് ശീലിപ്പിച്ചതാണ്. പിന്നീട് ഏട്ടനോട് പന്ത് കളി കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവരാൻ പറയും. എവിടെ നാൾ മറന്നിട്ടുണ്ടാവും.
പക്ഷെ അപ്പോഴും അപ്പുവേട്ടൻ കൊണ്ടുതരും. അന്നും വിചാരിച്ചു എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന്. ഇന്ന കുഞ്ഞേ, ഒരു പൊതി നീട്ടി ജോസേട്ടൻ വിളിച്ചപ്പോൾ ഞെട്ടലോടെ അയാളെ നോക്കി. പതിയെ ആ പേപ്പർ പൊതി മേടിച്ചു. ക്യാഷും കൊടുത്ത് വേദക്കരികിലേക്ക് നടന്നു. നിനക്ക് വട്ടാണ്. ഇപ്പം ആരും ഇതൊന്നും മേടിച്ച് കഴിക്കില്ല. എല്ലാവർക്കും ഡയറി മിൽക്കൊക്കെ അല്ലേ പറ്റുള്ളൂ. വേദക്കുഞ്ഞിനെ ഒക്കത്തും വെച്ച് മുന്നിലേക്ക് നടന്നു. ആൾക്ക് പിന്നാലെ കയ്യിലെ പൊതി മുറുക്കെ പിടിച്ചു താനും. ഓ പിന്നെ, ഒരു ഡയറി മിൽക്കിനും ഇതിൻ്റെ രുചി കിട്ടില്ല. ഒരു മിഠായി എടുത്ത് വായിലിട്ടു. അവളുടെ കയ്യിലെ കുഞ്ഞു ചെക്കനും ഒരെണ്ണം നീട്ടി. ആൾക്ക് കിട്ടേണ്ട താമസം അതെടുത്ത് കഴിച്ചു. നിനക്ക് എന്ത് ഭാഗ്യ ചിന്നു, എന്നും ഈ നാട്ടിൽ തന്നെ നിന്നൂടെ. ഉള്ളിലെ കുശുമ്പ് മറച്ചു വെച്ചില്ല. അവളുടെ കയ്യിലെ കുഞ്ഞു ചെക്കനെ കൈനീട്ടിയെടുത്തു. ഓ പിന്നെ, നല്ല സുഖമാണ്. നീ കാണുന്നില്ലേ ഞാൻ ഇവിടെ കിടന്ന് ഓടുന്നേ? എനിക്ക് നിന്നോടാ ശരിക്കും പറഞ്ഞ അസൂയ. ചിന്നു മങ്ങിയ ചിരി സമ്മാനിച്ചു. അത് കേൾക്കി അവളെ തന്നെ നോക്കി. വയ്യടി, ശരിക്കും ഒറ്റപ്പെട്ട പോലെയാ. ആരും ഒരു സഹായത്തിന് പോലുമില്ല. അമ്മയ്ക്ക് അമ്മയുടെ കാര്യം വൃത്തിയായി ചെയ്യാനറിയാം. ഒന്നും പറയുകയൊന്നുമില്ല. പക്ഷേ ആ മൗനം അത് സഹിക്കാൻ കഴിയില്ല. പിന്നെ അച്ഛൻ്റെ കിടപ്പ് നീ കണ്ടതല്ലേ? ആ മനുഷ്യൻ്റെ മൂത്രമലവും തുടങ്ങിയെല്ലാം ഞാൻ വേണമെടുക്കാൻ. കടമയാണ്, ശരിയാണ്. പക്ഷേ എപ്പോഴും ചെയ്യുമ്പോൾ മടക്കില്ലേ പാറു? എത്രയായാലും മരുമകളല്ലേ ഞാൻ. അമ്മയ്ക്ക് കണ്ടറിഞ്ഞൊന്ന് ചെയ്താൽ എന്താ? അത് പോട്ടെ, പവിയേട്ടൻ്റെ കാര്യം അതിലും കഷ്ടമാ. ചില നേരത്ത് തോന്നും അച്ഛനേക്കാ കൈക്കും കാലിനും വയ്യാത്തത് പവിയേട്ടനാണെന്ന്. ഇന്നലെ തന്നെ കണ്ടില്ലേ, അടുക്കളയിൽ നിന്നൊരു ഗ്ലാസ് സ്വന്തമായി എടുത്ത് വെള്ളം കുടിക്കില്ല, എല്ലാം കയ്യിലേക്ക് വെച്ച് കൊടുക്കണം. എല്ലാം ചെയ്യാം, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ സ്നേഹത്തോടെ ചിന്നു എന്നൊരു വാക്കുണ്ടെങ്കിൽ നമുക്കതൊന്നും പ്രശ്നമില്ല പാറു. ഇതല്ല, ഏതു നേരവും കുറ്റം. അത് പറയാൻ മാത്രം വാ തുറക്കും. സ്നേഹിക്കും, സ്നേഹിക്കില്ല എന്നല്ല. രാത്രി കിടക്കാൻ നേരം സ്നേഹിക്കും. 15 മിനിറ്റോ 20 മിനിറ്റോ. പക്ഷേ അപ്പോഴും എന്നെയല്ല എന്ന് മാത്രം. അപ്പോഴേക്കും ശബ്ദം നന്ദി താഴ്ന്നു പോയിരുന്നു വേദയുടെ. കേട്ടപ്പോൾ വല്ലാതെ വേദനിച്ചു. താൻ കാരണമാണല്ലോ അവൾക്കിന്നിങ്ങനെ എന്നോർക്കുമ്പോൾ നെഞ്ചു നീറുന്നു. നീ വന്നത് ഏതായാലും നന്നായി. ഇങ്ങനെ മിണ്ടിയും പറയാൻ ഒരാളുണ്ടാവുന്നത് തന്നെ എനിക്കെന്തൊരാശ്വാസമാണെന്നോ. വേദ വീണ്ടും ചിരിച്ചു. എന്തോ അവളുടെ പുഞ്ചിരി എന്നെ വല്ലാതെ നോവിക്കുന്നു. 1000 വേദനകൾ മറക്കാനുള്ള പുഞ്ചിരി. ആ പുഞ്ചിരി ആയിരിക്കാം ഇന്ന് തന്നെ ഏറെ വേദനിപ്പിക്കുന്നത്. നീ ഒത്തിരി സഹിക്കുന്നു അല്ലേ ചിന്നു? അരുമയോടെ അവളെ നോക്കി. ഏയ്, ഞാൻ ഇങ്ങനെ പോകും പാറു. എത്രയൊക്കെ ആയാലും സ്നേഹിക്കാൻ 2 മക്കളില്ലേ? അവർക്ക് വേണ്ടി ഞാൻ ജീവിക്കും. അപ്പോഴേക്കും വീടിൻ്റെ ഗേറ്റ് എത്തിയിരുന്നു. നോക്കുമ്പോൾ അമ്മ ഉമ്മറത്ത് തന്നെ ഇരിക്കുന്നു. കയ്യിൽ എന്തോ പാത്രവുമുണ്ട്, കഴിക്കുവാണ്. തങ്ങളെ കണ്ടതും അവർ അടുക്കളയിലേക്ക് നടന്നു. ഇരുവരും മിണ്ടാതെ അകത്തേക്ക് കയറി. വേദ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. ഒന്നും കഴിച്ചിട്ടില്ല അച്ഛൻ. കഞ്ഞിയെടുക്കാനായി അടുക്കളയിലേക്ക് നടന്നു. അവൾ പോകുന്നത് കണ്ടപ്പോൾ നേരെ ഉമ്മറത്ത് വന്നിരുന്നു. മേഘം മൂടിക്കെട്ടി കിടക്കുന്നുണ്ട്. നല്ല മഴക്കോളുണ്ട്. ഒരു ദീർഘനിശ്വാസത്തോടെ പുറത്തേക്ക് നോക്കിയിരുന്നു. ബെല്ലടിച്ചുകൊണ്ടൊരു സൈക്കിളിൽ ഒരു ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് കയറി വരുന്നത് കണ്ടപ്പോൾ സംശയത്തോടെ അയാളെ നോക്കി. അയാൾ സൈക്കിളിൽ നിന്നിറങ്ങി. എന്നിട്ട് പിന്നിൽ നിന്നൊരു ബാഗിൽ നിന്ന് കുറച്ച് കത്തുകൾ എടുത്തു. അതിൽ നിന്ന് പരതി ശേഷം തന്നെയൊന്ന് നോക്കി. അപ്പോഴേക്കും സംശയത്തോടെ എഴുന്നേറ്റിരുന്നു. ആരായി പാർവതി? അയാൾ സൂക്ഷ്മമായി തന്നെ നോക്കുവാണ്. ഞാനാണ്. ഉദ്യോഗത്തോടെ പടികൾ ഇറങ്ങിച്ചെന്നു. ഒരു കത്തുണ്ട്, എനിക്കായി നീട്ടിയ അയാൾ. സംശയവും ആകാംക്ഷയും അതിൻ്റെ മൂർധന്യ അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ടാവാം അയാളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ആ കത്ത് വാങ്ങിച്ചു പൊട്ടിച്ചു. പ്രിയപ്പെട്ട പാർവതി മാധവ്. ആ കണ്ണുകൾ വീണ്ടും കാണാനുള്ള ഇഷ്ടം, അതാണ് എന്നെക്കൊണ്ട് ഈ കത്തെഴുതിച്ചത്. കാരണം തൻ്റെ കണ്ണ് വളരെ മനോഹരമാണ്, എൻ്റെ അമ്മയുടേത് എന്ന പോലെ, എന്ന് സ്വന്തം. ആ കത്തിൽ നിന്ന് വായിച്ച വരികൾ കൊണ്ടൊന്നും മനസ്സിലായില്ല, ഒന്നൊഴിച്ച്. ഇതയച്ചത് അന്ന് ട്രെയിനിൽ വെച്ച് കണ്ട ആളാണ്. പക്ഷേ അയാൾക്കെങ്ങനെ എൻ്റെ അഡ്രസ്സ്? സംശയം പല വഴിയായെങ്കിലും ആ കത്ത് കളയാൻ തോന്നിയില്ല. മടക്കി പെട്ടിയിൽ വെക്കാനായി തിരിഞ്ഞപ്പോൾ വേദ അരികിലേക്ക് വന്നു. ആരാടി വന്നത്? വേദയുടെ കണ്ണുകൾ കുറുകി. അത് പോസ്റ്റ്മാൻ, നിസാരമട്ടിൽ പറഞ്ഞു. കയ്യിലെ കടലാസ് അവൾക്ക് നേരെ നീട്ടി. അവളത് വാങ്ങി കൗതുകത്തോടെ വായിച്ചു നോക്കി. എന്നിട്ടൊന്നും മനസ്സിലാവാതെ നോക്കുന്നുണ്ട്. ആരത് എഴുതിയത്? വേദ കത്ത് കയ്യിൽ തന്നു. എഴുതിയതൊരു ചെറുപ്പക്കാരൻ. ഒരിക്കൽ അയാളെ കണ്ടിട്ടുണ്ട് ഞാൻ, ട്രെയിനിൽ വെച്ച്.
കത്തുമായി മുറിയിലേക്ക് നടന്നു. പിന്നാലെ ചിന്നുവും. അതെങ്ങനെ അയാളാണിതെന്ന് നിനക്കറിയാം? വേദ വിടാനുള്ള ഭാവമില്ല. അന്നും അയാൾ എന്നോട് ഇതേ കാര്യം പറഞ്ഞിരുന്നു. പെട്ടി തുറന്ന ആ കത്ത് ഭദ്രമായി വെച്ച് പെട്ടി അടച്ചു വെച്ചു. ആഹാ, എന്നിട്ട്? ചിന്നുവിന് കൗതുകമായി. എന്നിട്ടെന്താ? ഒന്നും ഉണ്ടായില്ല. ഞാൻ ട്രെയിൻ ഇറങ്ങി, അയാളും ഇറങ്ങി. രണ്ടുപേരും രണ്ട് ദിശയിലേക്ക്. അവളുടെ കൂടെ കട്ടിലിരുന്നു. മാധവേട്ടൻ അറിയുമോ ഇത്? വേദ കണ്ണുകളിലേക്ക് നോക്കി. ഓ പിന്നെ, മറച്ചു പിടിക്കാൻ അവിഹിതം വല്ലതും ആണല്ലോ. പിന്നെ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ അങ്ങേർക്കെൻ്റെ ഒന്നും അറിയില്ല. പിന്നെന്തിനാ ഇത്? മുഖത്ത് പുച്ഛമായിരുന്നു. മുറ്റത്ത് വീണ്ടും ഒരു വണ്ടി വന്നു നിന്നു. ശബ്ദം കേട്ട് ആരാണെന്നറിയാനായി വേദ പുറത്തേക്ക് ചെന്ന് നോക്കി. പാറു, ദേ ഇതാരാ വന്നിരിക്കുന്നെന്ന് നോക്കിയേ. വേദ ഉമ്മറത്തുനിന്ന് ഉറക്കെ വിളിച്ചു പറയുന്നത് കേട്ട് സംശയത്തോടെ എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു. കാറിൽ നിന്നിറങ്ങിയ ആളെ കണ്ടതും കണ്ണുകൾ കുറുകിയിരുന്നു അവളുടെ. ഇയാളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? സ്വയം പെറുപെറുത്തുകൊണ്ട് പടികൾ ഇറങ്ങി ചെന്നു പാറു.